ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളിന്ന് ലിവറേജ് അനാലിസിസ് ചാപ്റ്ററിലെ പ്രോബ്ലം സോൾവിംഗ് ആണ്, ആ ഒരു ക്ലാസ്സാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്നും നമ്മൾ 2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടെ നമുക്ക് എന്തായാലും ലിവറേജ് അനാലിസിസ് ചാപ്റ്റർ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കും. ക്ലാസ്സിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Capital structure of a company consists of an equity share capital of 6 lakhs, shares of 10 each and 6 lakh 10% debentures. Sales increased by 20% from 30,000 to 36,000. The selling price is 20 per unit. Variable cost 12 per unit and fixed cost amounts to 1 lakh. Tax rate is 50%. Calculate degree of operating leverage, degree of financial leverage and degree of combined leverage DCL. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഡിബെഞ്ചേഴ്സുടെ ഒരു മിക്സപ്പ് ആണ്. 6 ലാഖിൻ്റെ ഇക്വിറ്റി ഷെയർസും അതേപോലെ 6 ലാക്സിന് തന്നെ ഡിബെഞ്ചേഴ്സും വരുന്നൊരു മിക്സഡ് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. സെയിൽസ് 2 വാല്യൂസ് തന്നിട്ടുണ്ട്, അതായത് 30,000 യൂണിറ്റ്സും 36,000 യൂണിറ്റ്സിൻ്റെയും സെയിൽ വാല്യൂസ് തന്നിട്ടുണ്ട്. 20 പെർ യൂണിറ്റ് ആണ് സെയിൽ വാല്യൂ വരുന്നത്. വേരിയബിൾ കോസ്റ്റ് 12 പെർ യൂണിറ്റും ഫിക്സഡ് കോസ്റ്റ് 1 ലാഖും. ടാക്സേഷൻ റേറ്റ് തന്നിട്ടുണ്ട് 50%. നമുക്ക് കമ്പൈൻഡ് ലിവറേജ് ഡിഗ്രിയാണ്, ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് DOL, ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫോർമുല നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഇതാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുല. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. ഏർണിങ്സ് പെർ ഷെയറും EBITൻ്റെയും പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെയാണ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇതൊന്ന് മനസ്സിലാക്കാവുന്നത് ഏർണിങ്സ് പെർ ഷെയർ വരെ എന്തായാലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഏർണിങ്സ് പെർ ഷെയർ വാല്യൂസ് നമുക്ക് എന്തായാലും ലഭിക്കണം. ഓക്കെ, അപ്പോൾ സൊല്യൂഷനിലോട്ട് കിടക്കാം. അപ്പോൾ 2 സെയിൽ യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് 30,000 യൂണിറ്റ്സും മറ്റത് 36,000 യൂണിറ്റ്സും. നമുക്ക് ആദ്യം തന്നെ 30,000 യൂണിറ്റ്സിൻ്റെ ബേസ് ചെയ്തിട്ട് EPS കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം ഏർണിങ്സ് പെർ ഷെയർ നമ്മൾ കാൽക്കുലേഷൻ വരുന്നത് സെയിൽസിന് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നു, കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിഡക്ട് ചെയ്യുന്നു ആൻഡ് വി ഗെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് EBITന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നു, ഡിബെഞ്ചേഴ്സിൻ്റെ EBT ലഭിക്കുന്നു. EBT ഏർണിങ്സ് ബിഫോർ ടാക്സിന്ന് ടാക്സേഷൻ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ലഭിക്കും. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് നമുക്ക് ലഭിക്കുന്ന EPS ഏർണിങ്സ് പെർ ഷെയർ. അപ്പോൾ നമുക്ക് 30,000 യൂണിറ്റ്സ് ബേസ് ചെയ്തിട്ട് സെയിൽ വാല്യൂസും EPSും നമുക്ക് കണ്ടുപിടിക്കാം. സെയിൽ അറ്റ് 30,000 യൂണിറ്റ്സ് 20 പെർ യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 30,000 × 12 × 20 സെയിൽ വാല്യൂ 6 ലാക്സ്. ഒരു യൂണിറ്റ് 20 രൂപ. അപ്പോൾ 30,000 യൂണിറ്റ്സ് വരുന്നുണ്ട്. 30,000 × 20 6 ലാക്സ് ആണ് സെയിൽ വാല്യൂ. വേരിയബിൾ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 12 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 12 രൂപയാണ് വേരിയബിൾ കോസ്റ്റ് വരുന്നത്. Therefore 30,000 യൂണിറ്റ്സ് ആണെങ്കിൽ 30,000 × 12 ദാറ്റ് ഈസ് 3,60,000. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 6 ലാക്ക് മൈനസ് 3,60,000 2,40,000. ഇനി ഫിക്സഡ് കോസ്റ്റ് ഡിഡക്ട് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 1 ലാക്ക് ആണ് എമൗണ്ട് എന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. Therefore ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT എന്ന് പറയുന്നത് 2,40,000 മൈനസ് 1 ലാക്ക് ദാറ്റ് ഈസ് 1,40,000. ഇനി നെക്സ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യണം. അതിനുശേഷം ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സേഷൻ ഡിഡക്ട് ചെയ്യണം. ടാക്സ് ഡിഡക്ട് ചെയ്താൽ വി ഗെറ്റ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 ലാക്സ് 10% ഡിബെഞ്ചേഴ്സ് ആണ്. അപ്പോൾ 6 ലാക്ക് × 10% 60,000 റുപ്പീസ് 60,000 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് വരുന്നത്. ടോട്ടൽ ഡിബെഞ്ചേഴ്സിൻ്റെ വാല്യൂ 6 ലാക്ക് ആണ്. അതിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് 10%. 6 ലാക്ക് × 10% 60,000. അത് നമ്മൾ ഇൻട്രസ്റ്റ് 60,000 ഡിഡക്ട് ചെയ്തു. ഏർണിങ്സ് ബിഫോർ ടാക്സ് നമുക്ക് ലഭിക്കുന്നു 80,000 റുപ്പീസാണ്. ടാക്സേഷൻ റേറ്റ് 50% ആണ് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Therefore 80,000 അതിൻ്റെ 50% ഡിഡക്ട് ചെയ്യുമ്പോൾ 40,000 ഡിഡക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് നമുക്ക് 40,000 റുപ്പീസാണ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ലഭിക്കുന്നത്. ടാക്സേഷൻ 50% ആണ്. 80,000 50% ഡിഡക്ട് ചെയ്യുന്നു. റിമൈനിങ് എമൗണ്ട് 40,000 റുപ്പീസാണ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ EAT. ഏർണിങ്സ് പെർ ഷെയർ നമുക്കറിയാം ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 6 ലക്ഷം രൂപയാണ് ടോട്ടൽ വാല്യൂ വരുന്നത്. ഷെയർ ഓഫ് 10 ഈച്ച് ആണ്. ഒരു ഷെയറിന് 10 രൂപയാണ്. Therefore നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 6 ലാക്ക് ഡിവൈഡഡ് ബൈ 10 60,000 ഇക്വിറ്റി ഷെയർസ് ആണ് കമ്പനിയിലുള്ളത്. Number of equity shares 60,000. Therefore earnings per share
ഇ പി എസ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 40,000 ഡിവൈഡഡ് ബൈ 60,000 0.67 0.67 ആണ് ഏർണിങ്സ് പെർ ഷെയർ ഫോർ 30,000 യൂണിറ്റ്സ് ആണ് സെയിൽ വാല്യൂ വരുന്നതെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് ഇ പി എസ് ഇതേപോലെ തന്നെ 36,000 യൂണിറ്റ്സിൻ്റെ ഇ പി എസ് നമുക്ക് കണ്ടുപിടിക്കാം. 36,000 ഇൻറ്റു 20 സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 20 പെർ യൂണിറ്റ് ആണ്. 36 ഇൻറ്റു 20 7,20,000 ലെസ് വേരിയബിൾ കോസ്റ്റ് 36,000 ഇൻറ്റു 12 പെർ യൂണിറ്റ് 4,32,000 കോൺട്രിബ്യൂഷൻ 2,88,000 ഫിക്സഡ് കോസ്റ്റ് ചേഞ്ചിങ് അല്ല കോൺസ്റ്റൻറ്റ് എമൗണ്ട് ആണ് 1,00,000 rupees. ദെയർഫോർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇ ബി ഐ ടി എന്ന് പറയുന്നത് 1,88,000 കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നു 1,88,000. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ് 60,000. ആകെ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിൽ വാല്യൂയും വേരിയബിൾ കോസ്റ്റ് മാത്രമേ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നുള്ളൂ, ചേഞ്ചിങ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫിക്സഡ് കോൺസ്റ്റൻറ്റ് എമൗണ്ട് ആണ്. സെയിൽ വാല്യൂവിൽ മാത്രമേ ചേഞ്ചസ് വന്നിട്ടുള്ളൂ എന്ന് ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ദെയർഫോർ ഇൻട്രസ്റ്റ് 60,000 ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ടാക്സേഷൻ 1,28,000 ലഭിക്കുന്നു. ടാക്സ് 50% തന്നെ. 1,28,000 മൈനസ് 64,000 1,28,000 50% 64 64,000 രൂപ നമ്മൾ ഡിഡക്ട് ചെയ്യുമ്പോൾ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് നമുക്ക് 64,000 നമുക്ക് ലഭിക്കുന്നു. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 lakh ഡിവൈഡഡ് ബൈ 10 അതായത് 60,000 ആണ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വരുന്നത്. ദെയർഫോർ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ദാറ്റ് ഈസ് 64,000 ഡിവൈഡഡ് ബൈ 60,000 1.07. അപ്പോൾ നമുക്ക് 30,000 യൂണിറ്റ്സിൽ ഇ പി എസ് എത്രയാണ് 0.67. 36,000 യൂണിറ്റ്സിൽ ഇ പി എസ് എത്രയാണ് 1.07. അപ്പോൾ ഇനി നമ്മൾ ഫോർമുല നോക്കുകയാണ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടിയും ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസും ആണ് വരുന്ന ഫോർമുല. അപ്പോൾ നമുക്ക് ഇ ബി ഐ ടിയിൽ വരുന്ന ചേഞ്ചസ് അത് ഇൻ പെർസെൻറ്റേജിൽ വേണം, സെയിൽസിൽ വരുന്ന ചേഞ്ചസ് അതും ഇൻ പെർസെൻറ്റേജ് വേണം. അതോടൊപ്പം തന്നെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ പി എസ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി ആണ്. ദെയർഫോർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ പി എസും അതും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ പി എസ്. അപ്പോൾ നമുക്കിവിടെ 30,000 യൂണിറ്റ്സും 36,000 യൂണിറ്റ്സും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 30,000 20% ഇൻക്രീസ് ചെയ്ത് 36,000 എത്തിയപ്പോൾ സെയിൽസിൽ എമൗണ്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് പെർസെൻറ്റേജിലാണ് നമ്മൾ എഴുതി കാണിക്കുന്നത്. അതാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറയുന്നത്. 7,20,000 മൈനസ് 6 lakh 36,000 സെയിൽസ് എന്ന് പറയുന്നത് 7,20,000 30,000 യൂണിറ്റ്സിൻ്റെ സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 6 lakhs ആണ്. ദെയർഫോർ 1,20,000 ആണ് ആ ഡിഫറൻസ് വരുന്നത്. ബേസ് വാല്യൂ 6 lakh 30,000 യൂണിറ്റ്സിൻ്റെ വാല്യൂ തന്നെ വരുന്നു. 1,20,000 ഡിവൈഡഡ് ബൈ 6 lakh ദാറ്റ് ഈസ് 20%. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് നമുക്കറിയാം. നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കുന്നത് എത്രത്തോളം നമുക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ട്, എത്രത്തോളം ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് വന്നിട്ടുണ്ട്, അത് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബേസ് ഇയർ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് ഇവിടെ ചെയ്ത പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. 7,20,000 മൈനസ് 6 lakh എത്രത്തോളം ഡിഫറൻസ് വന്നു 1,20,000. ബേസ് ഇയർ എന്ന് പറയുന്നത് 30,000 യൂണിറ്റ്സിൻ്റെ വാല്യൂ ആണ്, 6 lakhs ആണ് വരുന്നത്. 1,20,000 ഡിവൈഡഡ് ബൈ 6 lakh ദാറ്റ് ഈസ് 20%. നെക്സ്റ്റ് ആണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി. 36,000 യൂണിറ്റ്സിൽ വരുന്ന ഇ ബി ഐ ടി 1,88,000 30,000 യൂണിറ്റ്സിൽ ഇ ബി ഐ ടി എന്ന് പറയുന്നത് 1,40,000 ആണ്. ദെയർഫോർ 1,88,000 മൈനസ് 1,40,000 ദാറ്റ് ഈസ് 48,000 ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി എന്ന് പറയുമ്പോൾ 48,000 ഡിവൈഡഡ് ബൈ 1,40,000 ബേസ് ഇയർ 30,000 യൂണിറ്റ്സിൻ്റെ വാല്യൂ 1,40,000 ഇൻറ്റു 100 34.29%. 48,000 divided by 1,40,000 that is 34.29%. നമുക്കിനി അടുത്ത കാണുള്ള പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ പി എസ് ആണ്. ഇ പി എസ് 36,000 യൂണിറ്റ്സിൽ 1.07 30,000 യൂണിറ്റ്സിൽ 0.67 ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എത്രയാണ് ഇൻക്രീസ് വന്നിരിക്കുന്നത് 1.07 മൈനസ് 0.67 0.40. Therefore 0.40 ഡിവൈഡഡ് ബൈ 0.67 എന്ന് പറയുന്നതാണ് 60%, 60%. നമ്മളിതിൽ പെർസെൻറ്റേജ് ചേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ ആയിട്ട് ബേസ് ഇയറിലെ വാല്യൂ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് 20%, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി 34.29%, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ പി എസ് 60%. നമുക്ക് ആവശ്യമുള്ള എല്ലാ വാല്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഡയറക്റ്റ്ലി ഫോർമുലോട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജും ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജും
DCL, degree of combined leverage കാൽക്കുലേറ്റ് ചെയ്യാം. DOL ഈക്വൽ ടു percentage change in EBIT divided by percentage change in sales, 34.29% divided by 20%, that is 1.71. Degree of financial leverage, percentage change in EPS divided by percentage change in EBIT, 60 divided by 34.29, that is 1.75. Degree of combined leverage നമുക്കറിയാം, ഫോർമുല വരുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ് ഡിഗ്രി ഓഫ് കമ്പൈൻ ലെവറേജിന് ഫോർമുല. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ഓപ്പറേറ്റിംഗ് ലെവറേജും ഫിനാൻഷ്യൽ ലെവറേജ് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി ഡിഗ്രി ഓഫ് കമ്പൈൻ ലെവറേജ് നമുക്ക് ലഭിക്കും. DOL ഇൻറ്റു DFL നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ആണ്. 1.71 ഇൻറ്റു 1.75, ദാറ്റ് ഈസ് 2.99 ആണ് ഡിഗ്രി ഓഫ് കമ്പൈൻ ലെവറേജ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതേ സിമിലർ ആയിട്ട് പാറ്റേൺ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. The following details of A Limited for the year ended 31/3/2016 are furnished. Operating leverage 3:1, financial leverage 2:1, interest charges per annum 20 lakhs, corporate tax rate 50%, variable cost as per percentage of sales 60%. You are required to calculate EBIT, contribution, fixed cost and വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലെവറേജും ഫിനാൻഷ്യൽ ലെവറേജും ഒക്കെ ഡയറക്റ്റ്ലി ആ ടൈംസിൽ അല്ലെങ്കിൽ റേഷ്യോ ശതമാനം നമുക്ക് തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് പെർസെൻറ്റേജ് ആണ്, സെയിൽസിൻ്റെ പെർസെൻറ്റേജ് ആണ്, 60% വേരിയബിൾ കോസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് പറഞ്ഞിരിക്കുന്നത് EBITയും കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും അതേപോലെ വേരിയബിൾ കോസ്റ്റിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഒരു റിവേഴ്സ് മോഡൽ ക്വസ്റ്റ്യനാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോർമുലാസ് ഫിനാൻഷ്യൽ ലെവറേജ് ഓപ്പറേറ്റിംഗ് ലെവറേജിനൊക്കെ ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം ഒരു റിവേഴ്സ് മോഡൽ രീതിയിൽ EBIT ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ആദ്യം തന്നെ നമുക്ക് EBIT കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം ഫിനാൻഷ്യൽ ലെവറേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് EBIT ഡിവൈഡഡ് ബൈ EBT ആണ്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഫിനാൻഷ്യൽ ലെവറേജിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 2:1 ആണ്. therefore ഫിനാൻഷ്യൽ ലെവറേജ് ദാറ്റ് ഈസ് EBIT ഡിവൈഡഡ് ബൈ EBT ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1. റേഷ്യോ അത് തന്നെ നമ്മൾ എഴുതിയെടുത്തു. ഇനി നമുക്കറിയാം EBT എന്ന് പറയുന്നത് EBIT നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചിട്ടാണ്. EBIT മൈനസ് ഇൻട്രസ്റ്റ് ആണ് EBT നമുക്കറിയാം. ഈ അതേ ഫോർമുല വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി എഴുതാം. EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് ഇൻട്രസ്റ്റ്, അതാണ് ഫിനാൻഷ്യൽ ലെവറേജ്. എന്നൊരു പറയാം, ഫിനാൻഷ്യൽ ലെവറേജ് EBIT ഡിവൈഡഡ് ബൈ EBT എന്നാണ് ഫോർമുല വരുന്നത്. വേണമെങ്കിൽ നമുക്ക് അത് ഒന്നുകൂടി മാറ്റി എഴുതാൻ സാധിക്കും. EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് ഇൻട്രസ്റ്റ്. ഇങ്ങനെ എഴുതിയാലും സെയിം ടു സെയിം എഫക്റ്റാണ് വരുന്നത്. therefore നമുക്കിവിടെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 20 lakhs ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ചാർജസ് പെർ ആനം 20 lakhs ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ മാറ്റി എഴുതിയ ഫോർമുല EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് അപ്ലിക്കബിൾ ആണ്. therefore we can write it as EBIT divided by EBIT minus 20 lakhs, that is 2:1. ഫിനാൻഷ്യൽ ലെവറേജിൻ്റെ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 EBIT മൈനസ് 40 lakhs ഈക്വൽ ടു EBIT എന്ന് വരും. നമ്മളൊന്നുകൂടി ഞാൻ പറയാം, EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് 20 lakhs, അതാണ് 2:1 നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ആ ഫോർമുല ഒന്ന് മാറ്റി എഴുതിയെന്ന് മാത്രം. എന്നിട്ട് ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ഇൻറ്റു EBIT മൈനസ് 20 lakhs, അതായത് 2 EBIT മൈനസ് 40 lakhs, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു EBIT എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് 2 EBIT മൈനസ് 40 lakhs ഈക്വൽ ടു EBIT. therefore ഇവിടെ 2 1ഉം ക്യാൻസലായി പോകുന്നു, EBIT ഒരെണ്ണം ക്യാൻസലായി പോകുന്നു. EBIT ഈക്വൽ ടു 40 lakhs rupees. അപ്പോൾ നമ്മൾ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. 40 lakhs നമുക്ക് കാൽക്കുലേഷൻ കിട്ടി. നെക്സ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. അതാണ് ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെ ഫോർമുല. നമ്മളിവിടെ ഓപ്പറേറ്റിംഗ് ലെവറേജിൽ EBIT നമ്മളിപ്പോൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. 40 lakhs നമ്മുടെ കയ്യിലുണ്ട്. ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെയും റേഷ്യോ 3:1 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. therefore അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ഈക്വൽ ടു 3:1, ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോൺട്രിബ്യൂഷൻ ഇൻറ്റു 3 EBIT എന്ന് പറയുന്നത് 40 lakhs ആണ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ 40 lakhs ഈസ് ഈക്വൽ ടു 3:1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു 1,20 lakhs. എന്നോട് ഞാൻ പറയാം, നമ്മളിപ്പോൾ ഓൾറെഡി EBIT കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. 40,000 നമുക്കറിയാം. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെ ഫോർമുല നമ്മൾ എടുക്കുന്നു. ഓപ്പറേറ്റിംഗ് ലെവറേജ് ഫോർമുല കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT, ദാറ്റ് ഈസ് 3:1 ആണ് നമുക്ക് അറിയാം.
ഇ ബി ഐ ടിയുടെ എമൗണ്ട് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ 40 lakhs ഈക്വൽ ടു 3:1, 3 ഡിവൈഡഡ് ബൈ 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു 1,20 lakhs. അപ്പോൾ നമ്മൾ ഇ ബി ഐ ടി കാൽക്കുലേറ്റ് ചെയ്തു, കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ആണ് ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. നമുക്കറിയാം കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് ഇ ബി ഐ ടി. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് ഇ ബി ഐ ടി. അവനൊന്ന് നമ്മളൊന്ന് തലതിരിച്ച് എഴുതി കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ മൈനസ് ഇ ബി ഐ ടി ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ലഭിക്കുക. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു ഇ ബി ഐ ടി. അവിടെ നമ്മൾ ഇ ബി ഐ ടീനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. അതേപോലെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് നമ്മളൊന്ന് ഓൾട്ടർ ചെയ്യുന്നു, ചേഞ്ച് പൊസിഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. സെയിം എഫക്റ്റ് ആണ്. Therefore ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഇ ബി ഐ ടി. കോൺട്രിബ്യൂഷൻ നമുക്കറിയാം 1,20 lakhs, ഇ ബി ഐ ടി 40 lakhs. Therefore ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 80 lakhs rupees ആണ്. നെക്സ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വേരിയബിൾ കോസ്റ്റ് ആസ് പെർ പെർസെൻറ്റേജ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് 60% ആണ്. സെയിൽ വാല്യൂവിൻ്റെ 60% വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽ വാല്യൂവിൻ്റെ 40% ആയിരിക്കില്ലേ? നമുക്കറിയാം സെയിലിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്താൽ, സെയിൽ വാല്യൂന്ന് വേരിയബിൾ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ലഭിക്കുമെന്ന്. ഇപ്പോൾ നമ്മൾ സെയിൽ അസ്യൂം ചെയ്യുന്നു 100% സെയിൽസ്. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റായ 60% ഡിഡക്റ്റ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ നമുക്ക് 40% അല്ല ലഭിക്കുന്നത്. സെയിൽസ് 100%, വേരിയബിൾ കോസ്റ്റ് 60%, therefore കോൺട്രിബ്യൂഷൻ 100 - 60 40%. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽ വാല്യൂവിൻ്റെ 40% സെയിൽസ് ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 100 ആണ് കോൺട്രിബ്യൂഷൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ വാല്യൂ നമുക്ക് അറിയാം. അപ്പോൾ ഈ 40 ഡിവൈഡ് ബൈ 100 നമ്മൾ കോൺട്രിബ്യൂഷൻ സൈഡിലോട്ട് നമ്മൾ കൊണ്ടു ചെന്നാൽ ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 40 ആണ് സെയിൽ വാല്യൂ. ഒന്നുകൂടി ഞാൻ പറയാം. കോൺട്രിബ്യൂഷൻ നമ്മൾ പറയുന്നത് 40% സെയിൽസിൻ്റെ 40% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. therefore അതൊന്ന് ഫോർമുല വൈസ് നമ്മൾ എഴുതുകയാണെങ്കിൽ സെയിൽസ് ഇൻറ്റു 40% ഡിവൈഡഡ് ബൈ 100 ആണ് കോൺട്രിബ്യൂഷൻ. അത് ഓക്കെയാണ്. അപ്പോൾ ഈ 40 ഡിവൈഡ് ബൈ നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ നമുക്കറിയാം. ഈ 40 ഡിവൈഡ് ബൈ 100 നമ്മൾ കോൺട്രിബ്യൂഷൻ സൈഡിലോട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ ആ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവുന്നു. കോൺട്രിബ്യൂഷൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 40 ആവുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നമ്മുടെ ഫോർമുല ഒന്നുകൂടി നമുക്ക് എഴുതാം. സെയിൽസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 40. ദാറ്റ് ഈസ് 1,20 lakhs ഇൻറ്റു 100 ഡിവൈഡ് ബൈ 40 എന്ന് പറയുന്നത് 3 crore. 1,20 lakhs ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 40 എന്ന് പറയുന്നത് 3 crores ആണ് വരുന്നത്. ആദ്യം തൊട്ട് ഞാൻ ഒന്നുകൂടി പറയാം വേരിയബിൾ കോസ്റ്റിൻ്റെ കാൽക്കുലേഷൻ. അത് കുറച്ചൊരു കൺഫ്യൂസിങ് ആവും. അതുകൊണ്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 60%. വേരിയബിൾ കോസ്റ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 60%. ഇപ്പോൾ സെയിൽ എന്ന് പറയുന്നത് നമ്മൾ 100% എടുക്കുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 60 ആവുമ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 40%. ഓക്കെ, ഇനി നമുക്കറിയാം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 40% ഓഫ് സെയിൽസ് ആണ്. അതായത് സെയിലിൽ നിന്ന് 40% നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ വാല്യൂ ലഭിക്കും. സെയിൽസ് ഇൻറ്റു 40/100 ആണ് കോൺട്രിബ്യൂഷൻ. ഈ 40/100 നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കോൺട്രിബ്യൂഷൻ്റെ സൈഡിലോട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ കോൺട്രിബ്യൂഷൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 40 ആണ് സെയിൽ വാല്യൂ. കോൺട്രിബ്യൂഷൻ 1,20 lakhs ഇൻറ്റു 100 ഡിവൈഡ് ബൈ 40 3 crore ആണ് നമുക്ക് കിട്ടുന്ന സെയിൽ വാല്യൂ. ഇനി നമുക്കറിയാം സെയിൽസ് 3 crores ആണ്. വേരിയബിൾ കോസ്റ്റ് ആ 3 crores-ൻ്റെ 60%, സെയിൽസിൻ്റെ 60% ആണ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ഈക്വൽസ് 60% ഓഫ് സെയിൽസ് 3 crore ഇൻറ്റു 60%. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 1,80 lakhs. അപ്പോൾ നമ്മൾ ഇ ബി ഐ ടി, കോൺട്രിബ്യൂഷൻ, ഫിക്സഡ് കോസ്റ്റും അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ചില സമയത്ത് എക്സാംസിൽ ക്വസ്റ്റ്യൻസ് ഇതേപോലെയും വരാം. അതായത് റിവേഴ്സ് മോഡൽ ക്വസ്റ്റ്യൻസ് വേണേൽ വരാം. ഇ പി എസും ഓപ്പറേറ്റിംഗ് ലെവറേജും ഒക്കെ റേഷ്യോസ് വേണമെങ്കിൽ തരും. നമ്മളടുത്ത സെയിൽ വാല്യൂ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്കുള്ള ഫോർമുല യൂട്ടിലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിവേഴ്സ് മോഡൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. അതേപോലെ തന്നെ നമ്മുടെ ഈ ലിവറേജ് അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് സെയിൽ മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്, ഇ ബി ഐ ടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് ഇ ബി ടിന്ന് ടാക്സ് കുറയ്ക്കുന്നു, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സെയിലിൽ നിന്ന്
ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു ഓൾ.